ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബേട്ടി വ്ളോഗ്സ്. ഇന്നൊരു ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. എൻ്റെ ഡെലിവറി വ്ളോഗ് കണ്ടതിന് ശേഷം കുറച്ച് പേഴ്സണൽ ഡി എംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കിംസ് ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്തിൽ കാണിക്കുന്നവരുടെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് എലാബറേറ്റ് ചെയ്ത് പറയാനുണ്ടായിരുന്നത് ആ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകേണ്ടത് എന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു ഷോർട്ട് വീഡിയോ ആക്കി ചെയ്യാമെന്ന്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് മദറിൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങാം. നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഓൾമോസ്റ്റ് എല്ലാം അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. നോർമൽ ഡെലിവറിക്ക് അവർ 3 ഡേയ്സ് ആണ് പറയുന്നത്. അതല്ലാതെ സി സെക്ഷന് 5 ഡേയ്സ്. പിന്നെ നമ്പർ ഓഫ് ഡേയ്സ് അവിടുത്തെ കാര്യങ്ങളനുസരിച്ച് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്ത് വേരി ചെയ്യും. അപ്പോൾ ഇത്രയും ദിവസം നിൽക്കാനായിട്ട് നമ്മൾ ഡ്രസ്സുകളൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അവർ തന്നെ യൂണിഫോം അവിടെ ഇടാനുള്ള ഡ്രസ്സുകൾ തരും. നമ്മൾ ഇന്നർ വെയർസ് കരുതുക. പിന്നെ ടൂത്ത് ബ്രഷും പേസ്റ്റും അതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എങ്കിലും നമ്മൾ അതെന്തായാലും എടുക്കുക. പിന്നെ ടവൽ, ബാത്ത് ടവലൊക്കെ അത് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എങ്കിലും നമുക്ക് സ്വന്തമായിട്ടുള്ളത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. പിന്നെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതെടുക്കാം. പിന്നെ സോപ്പ് അവരാണ് ഒരു ആൻറ്റി ബാക്ടീരിയൽ ബോഡി ലോഷനോ വാഷ് പോലത്തെ ഒരു സാധനം തരും. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത് യൂസ് ചെയ്യാൻ അവർ പറയുന്നത്. അപ്പോൾ അത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, മാറ്റേണിറ്റി പാഡ് അത് ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഒരു അഡൽട്ട് ഡയപ്പർ വാങ്ങി കൊണ്ടുപോകുന്നതാണ്. ഒരു 10 എണ്ണമൊക്കെ വരുന്ന പീസ് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും കംഫർട്ടബിളും യൂസ്ഫുള്ളും. അല്ലാത്ത മെറ്റേണിറ്റി പാഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് എന്താ പറയുക, ലീക്കേജ് ഉണ്ടാവാനും ഡിസ്കംഫർട്ടിനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്. സോ അഡൽട്ട് ഡയപ്പർ കൈ കരുതാൻ ശ്രമിക്കുക. കാരണം അവർ തരും ഓൾറെഡി മെറ്റേണിറ്റി പാഡ്. ദെൻ അവിടെ നിൽക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് അഡൽട്ട് ഡയപ്പർ ആയിരിക്കും കൂടുതൽ യൂസ്ഫുൾ. അപ്പോൾ ഫീഡിങ് പില്ലോ നമ്മൾ കുറച്ച് കാലത്തേക്കായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കിടന്നിട്ടൊക്കെയാണ് ഫീഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്കത് വലിയ യൂസ് ഇല്ലാതെ ആവും. സോ വലിയ റേറ്റ് ഇല്ലാത്തത് നോക്കി നമുക്ക് വേറെ ആപ്സിൽ, മീഷോയിലൊക്കെ കുറച്ച് വിലക്കുറവാണ് ആമസോണിനെ കാട്ടി. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കൺവീനിയൻസ് അനുസരിച്ച് ഫീഡിങ് പില്ലോ മസ്റ്റായിട്ടും കൊണ്ടുപോകണം. പിന്നെ ഇപ്പോൾ എപ്പിസോട്ടമി പോലത്തെ സ്റ്റിച്ചുകളും കാര്യങ്ങളും ഒക്കെ കഴിയുമ്പോൾ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിരിക്കുന്നത് ഇരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ്. പക്ഷേ ഈ എപ്പിഡ്യൂറലൊക്കെ എടുക്കുന്നവരാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് അവിടെ നിൽക്കുന്ന സമയത്ത് പെയിൻ കില്ലേഴ്സും ഒക്കെ തരുന്നതാണല്ലോ. എങ്കിലും ഒരു സോഫ്റ്റ് കുഷൻ കരുതുക. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള കുഷനി സംഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ദാറ്റ് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ സ്ലിപ്പേഴ്സ് ഒന്നും അവിടെ ഉണ്ടാവില്ല. ഇപ്പോൾ ബാത്റൂം സ്ലിപ്പേഴ്സോ അല്ലെങ്കിൽ റൂമിലിടാനുള്ള അങ്ങനത്തെ ഇതൊക്കെ നമ്മൾ കൊണ്ടുപോയാൽ നല്ലതായിരിക്കും. പിന്നെ വാട്ടർ ബോട്ടിൽ സിപ്പർ ഉള്ള വാട്ടർ ബോട്ടിലാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്തും അങ്ങനെ കിടക്കുന്ന അവസ്ഥയിലൊക്കെ ആ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഈച്ച് ടൈം വെള്ളം കുടിക്കാനൊക്കെ എണീക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. സോ അതെടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു കംഫർട്ടബിൾ ആയിട്ടൊരു ഡ്രസ്സ്, പാൻസ് ഒന്നും ഒഴിവാക്കുന്നതാണ് നല്ലത്. ആഫ്റ്റർ എല്ലാ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നേരത്താണ് നമുക്കൊരു ഡ്രസ്സിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ അങ്ങനെ കംഫർട്ടബിളായിട്ട് ഒരു ഡ്രസ്സ് കരുതുക. പിന്നെ ടാബ്ലറ്റ്സ്, നിങ്ങൾ ഓൾറെഡി എടുക്കുന്ന മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് കയ്യിൽ വെക്കുക. ബാക്കിയെല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ തരും. യൂഷ്വലി അങ്ങനെയാണ്. കാൽഷ്യം, അയൺ, അതല്ലാതെ എന്തെങ്കിലും ടാബ്ലറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് തരും. ഇൻ കേസ് ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ കയ്യിലുണ്ടെങ്കിൽ കഴിച്ചോളാനാണ് പറയാറുള്ളത്. അപ്പം മെഡിസിനും അങ്ങനെ ബൾക്കായിട്ട് കൊണ്ടുപോകണം എന്നില്ല, എല്ലാം അവിടെ നിന്നാണ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഫീഡിങ് പമ്പ് ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്. ഫീഡിങ് പമ്പ്സ് നമ്മൾ ഓൾറെഡി വാങ്ങിക്കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ഒരുപാട് ഡൗട്ടിലായിരുന്നു. പക്ഷേ അത് അവിടെ പോയിട്ട് നമ്മുടെ ആവശ്യം അത് എങ്ങനെയാണോ അതനുസരിച്ച് മാത്രം പർച്ചേസ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഒരുപാട് പേര് ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് ഒക്കെ കാണിക്കുമ്പോൾ ഈ ഫീഡിങ് പമ്പിൻ്റെ കാര്യം കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. നമുക്ക് ഫീഡിങ് പമ്പ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും അത്യാവശ്യം അവരൊന്ന് പറയുകയാണെങ്കിൽ മാത്രം കരുതേണ്ട ഒരു സംഭവമാണത്. ഇത്രയൊക്കെ സാധനങ്ങളെ കൊണ്ടുപോകേണ്ടതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം അവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും. ഇനി ബേബിക്ക് വേണ്ട ഐറ്റംസ്, ബേബിക്കാണെങ്കിലും ഒന്നും കൊണ്ടുവരണ്ടെന്നാണ് അവർ പറയുന്നത്. കാരണം അവർ തന്നെ എല്ലാം തരും. അവർ തന്നെ റാപ്പ് ചെയ്ത് അവരുടെ ഒരു വൈറ്റ് ഡ്രസ്സും കയ്യിൽ സോക്സും, കാലിൽ സോക്സും മിറ്റൻസും കാര്യങ്ങളുമൊക്കെ ഇട്ടിട്ടാണ് ബേബിയെ തരുന്നത്.
അപ്പോൾ നമുക്ക് റിസീവിങ് ക്ലോത്ത് ഒന്നും നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ബേബിയുടെ ലഗേജൊക്കെ ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വലിച്ചു വാരി കൊണ്ടുപോയായിരുന്നു, പെട്ടിയിലൊക്കെ ആക്കി. അത്രയൊന്നും സാധനങ്ങൾ കിംസിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അവർ തന്നെയാണ് റാപ്പ് ചെയ്ത് ബേബിയെ കൊണ്ടുവരുന്നത്. പിന്നെ നമ്മളവിടെ സ്റ്റേ ചെയ്യുന്ന ദിവസങ്ങളിൽ ഫസ്റ്റ് ഡേ ഒന്നും ബേബി ഒന്നും തുടക്കുകയൊന്നുമില്ല, ഡയപ്പർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. ആൻഡ് ബേബിയുടെ ഡയപ്പർ അവിടെ നിൽക്കാനുള്ള സമയത്ത് ബേബിയുടെ ഡയപ്പർ അതുപോലെ വെറ്റ് വൈപ്സ് ഒക്കെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും. ക്ലോത്ത് ആണെങ്കിലും അവർ തന്നെയാണ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആഫ്റ്റർ സെക്കൻഡ് ഡേ ഓർ തേർഡ് ഡേ എന്തോ ആയപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കെട്ടുടുപ്പ് എന്തോ ഇട്ടു എന്ന് തോന്നുന്നു കേട്ടോ. സോ കെട്ടുടുപ്പ് പോലത്തെ അങ്ങനത്തെ ബേബി ക്ലോത്ത് ഒന്ന് 2-3 വാഷ് ചെയ്തത് ജസ്റ്റ് കയ്യിൽ വെച്ചാൽ മതി. പിന്നെ ബേബിക്ക് കെട്ടാനുള്ള ലങ്കോട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അതൊന്നും നമ്മൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യില്ല. അവർ ഇതാണ് ഡയപ്പറാണ് അവിടെ യൂസ് ചെയ്യാൻ സമ്മതിക്കുകയുള്ളൂ. കഴുകി വിരിക്കൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പിന്നെ സ്വാഡൽ ക്ലോത്ത്സ് 1-2 എടുത്തേക്കാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ബേബിയുടെ തലയിലിടുന്ന തൊപ്പി പോലത്തെ സാധനം ഉണ്ടല്ലോ, അത് 2 എക്സ്ട്രാ സോക്സും കയ്യിലിടുന്നതും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കയ്യിൽ ഓൾറെഡി വാങ്ങി വെക്കുക. നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ എലാസ്റ്റിക് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. കാരണം നമുക്ക് ബേബിയെ തരുന്ന സമയത്തുള്ള ആ ഒരു ക്യാപ്പ് ആഫ്റ്റർ 1 or 2 ഡേയ്സ് നമുക്കത് മാറ്റേണ്ടി വരും. ബിക്കോസ് അവർ നമ്മൾ പണ്ടത്തെ പോലെ ബേബീനെ കുളിപ്പിച്ചിട്ടൊന്നും അല്ല തരുന്നത്. അവർ ജസ്റ്റ് വൈപ്പ് ചെയ്ത് അങ്ങനെയാണ് ബേബിയെ തരുന്നത്. സോ ആ ക്യാപ്പിലൊക്കെ ഇതുപോലെ എന്തെങ്കിലും ലിക്വിഡ്സോ അല്ലെങ്കിൽ ബ്ലഡ് സ്റ്റെയിൻസ് അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ നെക്സ്റ്റ് ഡേ നമുക്കത് മാറ്റേണ്ട കാര്യമുണ്ട്. അപ്പോൾ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ബേബി ഷോപ്പിൽ നിന്ന് അത് വാങ്ങിക്കേണ്ടി വരും, ഹോസ്പിറ്റലിൽ തന്നെയുള്ള. അപ്പോൾ അത് ഞങ്ങളതൊരിക്കൽ വാങ്ങിയിട്ട് അതിൻ്റെ സൈസൊന്നും ഒട്ടും ശരിയായില്ല. അപ്പോൾ അങ്ങനത്തെ ക്യാപ്പും ബേബിക്ക് വേണ്ട സോക്സും സാധനങ്ങളും നമ്മൾ നേരത്തെ തന്നെ കടയിൽ പോയി വാങ്ങി അത് കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ചെറിയ ബേർപ്പ് ക്ലോത്ത്സ്, അതായത് ചെറിയ കർച്ചീഫ് പോലത്തെ സാധനം ഉണ്ടാവും ബേബിക്ക് കക്കുമ്പോഴോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഫീഡിങ് ബോട്ടിലും നേരത്തെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഹോസ്പിറ്റലിലെ കണ്ടീഷൻ എങ്ങനെയാണോ അതനുസരിച്ച് അവർ പറയും, എങ്കിൽ മാത്രം ഫീഡിങ് ബോട്ടിലിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവമാണ് ബേബിക്ക് വേണ്ട ഒരു സെറ്റ് ഓഫ് പില്ലോസ്, ബേബി കാരിയർ, ബേബി ബെഡ്, ഇത്രയും സാധനങ്ങളുടെ ഒന്നും ആവശ്യം വരുന്നില്ല. ബിക്കോസ് ബേബിക്ക് കിടക്കാനായിട്ട് അങ്ങനെ സ്പെഷ്യൽ ബെഡ് എവിടെയും പറയുന്നില്ല, അതിൻ്റെ ആവശ്യവും ഇല്ല. ജസ്റ്റ് ഒരു കാണുമ്പോൾ ഒരു ക്യൂട്ടും ഡെക്കറേറ്റീവ് ആണെന്നേ ഉള്ളൂ. അതിൻ്റെ യൂസ് അങ്ങനെ വരുന്നില്ല, കാരണം അത് വാങ്ങി വെച്ചാലും വേഗം തന്നെ ബേബി വലുതാവുന്നതുകൊണ്ട് നമുക്ക് പിന്നെ പെട്ടെന്ന് ഡിസ്കാർഡ് ചെയ്യേണ്ടി വരും. പിന്നെ ബേബി കാരിയർ അവിടെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന കണ്ടു. നിങ്ങൾക്കത് കംഫർട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൈ പിടിക്കാനൊക്കെ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം ബേബി കാരിയർ വാങ്ങിക്കുക. അതല്ലാതെ പിന്നെ വേറെ ഒന്നും തന്നെ ബേബിക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. വൈപ്പ്, ഡയപ്പർ സാധനങ്ങളും എല്ലാം അവിടെ നിന്ന് തന്നെ തരുന്നതായിരിക്കും. പിന്നെ ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ ഒരു നല്ലൊരു ഡ്രസ്സ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളെ നമ്മളായിട്ട് കൊണ്ടുപോകേണ്ടതുള്ളൂ, ബാക്കിയെല്ലാം അവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്. ബൈ.